വളരെ ഇന്നത്തെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിബിച്ച, ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. താങ്ക് യു എലിസബത്ത് ജോൺ. ഞാൻ എല്ലാവരെയും ഇന്ന് കാണാൻ കഴിയും എനിക്ക് ഡിവൈസിൽ. അത് ഇങ്ങനെ ഒരു ക്രമീകരണവും കൂടി ഇന്നുണ്ട്. താങ്ക് യു ഓൾ. നിങ്ങളുടെ പ്രഷ്യസ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വിലപ്പെട്ടതായിരിക്കും. ഈ സമയത്ത് ജോയിൻ ചെയ്യുന്ന 250 ആൾക്കാരെയും വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹിതരെയും കൂടെ വിളിക്കുക. മേ ബി ഒരു 1 hour നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ലൈവ് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പല ആളുകളും പരാതി പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം പല ആളുകൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല, ഇതിന്റെ ലിങ്ക് എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഇതിപ്പം സജി ജോസഫ് ഒഫീഷ്യൽ പേജിലൂടെയാണ് ലൈവ് ചെയ്യുന്നത്. 260 പേരോളം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവിടെ അപ്പൊ ഇന്നത്തെ ലൈവിന് ഇടയായ കാരണങ്ങൾ ആദ്യം ഒന്ന് പറയട്ടെ. ശരിക്കും ഇതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കുറച്ച് ബൈബിൾ സ്റ്റഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കുറെ പേര്, അതായത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് പറഞ്ഞ 24 പേര് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു തന്നു എനിക്ക് ഒരു ഫേസ്ബുക്ക് ലിങ്ക്. പെട്ടെന്ന് ഞാൻ ആ ലൈവ് ക്ലിക്ക് ചെയ്തപ്പം തങ്കു ബ്രദറിന്റെ ഒഫീഷ്യൽ പേജിലാണ് പോയത്. അപ്പം അതിനകത്ത് 2-3 പേര് അതിന്റെ കീഴിൽ എനിക്ക് വോയിസ് ആയിട്ട് എൻ്റെ മെസ്സഞ്ചറിൽ അയച്ചു എന്നും പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച മാമോദീസ എന്ന വിഷയത്തെ കുറിച്ച് തങ്കു ബ്രദർ റിപ്ലൈ തരുന്നു എന്നും പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാൻ തങ്കു ബ്രദറിന്റെ പേജിൽ പോയി 2 വീഡിയോ അദ്ദേഹം രാത്രി ചെയ്തതും പിറ്റേ ദിവസം രാവിലെ ചെയ്തതും കാണാനായിട്ടിടും. തങ്കു ബ്രദറും ഹെവൻലി ഫീസ്റ്റുമായിട്ട് നാളുകളായിട്ടുള്ള സൗഹൃദം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ ആരാഞ്ഞു, തങ്കു ബ്രദർ ഞങ്ങൾക്ക് ഒരു റിപ്ലൈ ആയിട്ട് തന്നതാണോ ഈ വീഡിയോ എന്ന്. അപ്പം തങ്കു ബ്രദറിന്റെ വാട്സാപ്പിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ തങ്കു ബ്രദറുമായിട്ട് വാട്സാപ്പിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, തങ്കു ബ്രദർ ഇതുപോലെ ഞങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തന്നതാണ്. അപ്പൊ തങ്കു ബ്രദർ വളരെ തിരക്കിന് നടുവിലും റിപ്ലൈ തന്നു. തങ്കു ബ്രദർ ഞാനുമായിട്ട് സംസാരിച്ചു. ഇത് സജിത് ബ്രദറിനുള്ള ഒരു റിപ്ലൈ ഒന്നും അല്ല. അദ്ദേഹം ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ഒരു സീരീസ് ഓഫ് സർമൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനിടയിൽ ഈ വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സമയം വേർതിരിച്ചുള്ളൂ എന്ന് അറിയിക്കാൻ ഇടവന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാധാരണ ഞാനോ തോമസ് കുട്ടി ബ്രദറോ പറയുന്ന പോലെ ഈ വിഷയം സംസാരിക്കുകയായിരുന്നു, അല്ലാതെ വീഡിയോയിൽ ഒരു അൺഒഫീഷ്യൽ ആയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നമ്മൾക്കിടയിൽ ഇല്ലല്ലോ. എനിവേ, താങ്ക് യു. അപ്പൊ ഞാൻ തങ്കു ബ്രദറിന്റെ ആ 2 വീഡിയോസും കേട്ടു. ഫസ്റ്റ് വീഡിയോ തങ്കു ബ്രദർ സ്വർഗീയവിരുന്ന ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയാണ് അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഫസ്റ്റ് വീഡിയോയും, 2ാമത്തെ വീഡിയോയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്നാനത്തിന്റെ വിശ്വാസ സ്നാനത്തിന്റെ ക്ലാസ് എടുക്കുന്ന ആ വീഡിയോ കേൾക്കാനായിട്ട് ഇടവന്നു. അത് കാണാൻ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് അത് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ആ പേജിലുണ്ട്. എല്ലാ കാര്യങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ മാത്രമേ അതിലൊരു വലിയ ഉപസംഹാരത്തില് അവസാനമെങ്കിലും നമുക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പം ഇതാണ് ഇതിന്റെ പിന്നില് ഇടയായ കാരണം. അപ്പം ഇതിന് റിപ്ലൈ എന്ന തരത്തിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇടയിൽ ഈ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം വന്നത്. അപ്പം സംസാരിച്ചപ്പോൾ ഞാൻ ആ വീഡിയോസ് ഫുള്ള് കേട്ടു. അപ്പം അതിന്റെ അകത്തുള്ള മേജർ പോയിന്റ്സ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കഷന് വേണ്ടി എടുക്കാം എന്ന് ചിന്തിക്കുന്നു. ഷിബിച്ചാന് വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞായിരുന്നു തോന്നല്ലേ? അതെ, എനിക്ക് കിട്ടി ഒരുപാട് മെസ്സേജ് വാട്സാപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും എല്ലാം ഇങ്ങനെ കിട്ടി. ഇത് എനിക്ക് തന്ന പോലെ തന്നെയായിരുന്നു ഇതിന് റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച തങ്കു ബ്രദറിനെ കണ്ടതാ ഇവിടെ വെച്ച്. ഈസ് എ ഗുഡ് പേഴ്സൺ. പുള്ളി അദ്ദേഹം ഒരിക്കലും നമ്മളെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞല്ല. അത് ഈ ആളുകൾ കേട്ടപ്പോൾ തെറ്റിദ്ധരിച്ച. എനിവേ, നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകാം. ഫാൻസ് അസോസിയേഷന്റെ വിഷയമാണ് അല്ലേ? ഫാൻസ് അങ്ങനെ ആക്കിയതാണ്. ഏതായാലും നമ്മൾ ടോപ്പിക്കിനെ അഡ്രസ് ചെയ്യും. അപ്പൊ ശിവച്ച, ഈ വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റ് ഉപദേശവും മെയിൻ സ്ട്രീം ചർച്ച് ബാപ്റ്റിസത്തെ സംബന്ധിച്ചുള്ള ഉപദേശവും ഒറ്റ വാക്കിലങ്ങ് നമ്മൾ അപഗ്രഥിച്ചാൽ, അല്ലെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ഒന്ന് വിശ്വസിച്ച ശേഷം ചെയ്യണം, ഒന്ന് ചെയ്തിട്ട് വിശ്വസിക്കണം. അങ്ങനെയാണോ? അത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. കാരണം ഈ വിശ്വസിച്ചിട്ടാണോ രക്ഷ കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ വിശ്വസിച്ചിട്ട്
പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ ആ വിശ്വാസത്താലുള്ള നീതീകരണം, ഇതാണ് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭജനം ഉണ്ടാകുന്നതിന്റെ തന്നെ ഒരു കാരണം. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 500 വർഷം പഴക്കമുള്ള ഒരു ചോദ്യമാണത്. 500 വർഷം പഴക്കമുള്ള ചോദ്യമാണ്. അപ്പൊ വിശ്വാസത്താലുള്ള നീതി എന്ന സബ്ജക്റ്റ് നമുക്ക് ഇച്ചിരി വ്യക്തമായി തന്നെ, കാരണം തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ വേണം ഇന്നത്തെ മറുപടി എന്ന് ഒത്തിരി പേര് ആവശ്യപ്പെട്ടു. കാരണം ചരിത്രത്തിലേക്ക് പോകാൻ നമുക്ക് ഇന്ന് അനുവാദമില്ല, ഇന്ന് പാരമ്പര്യത്തിലോട്ട് നോക്കാൻ നമുക്ക് ഇന്ന് അനുവാദമില്ല, ഇന്ന് എക്ലീഷ്യാസ്റ്റിക്കൽ റെഫറൻസസ് സഭാരേഖകളിലേക്ക് പോകാനും നമുക്ക് അനുവാദമില്ല. സോ നമ്മള് ബൈബിളിൽ ക്ലിൻ ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. സോ ലെറ്റ് us open our ബൈബിൾ. ഇന്ന് ബൈബിൾ മാത്രമേ ഉള്ളൂ, സ്ക്രിപ്ചർ അലോൺ. സ്ക്രിപ്ചർ ഇന്ന് സോളാ സ്ക്രിപ്ചറയാണ്. റോമാലേഖനം ആയിക്കോട്ടെ, 3-ാം അധ്യായത്തിലോട്ട് പോവാം. അവിടെയാണ് റോമാലേഖനം 3:28 തുടങ്ങുന്നത്. എവിടെ തുടങ്ങുന്നത്? 3:28 ഓക്കെ. മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പൊ അതാണ് ഒരു മെയിൻ. അതുപോലെ തന്നെ ഗലേഷ്യൻസ് 4:1 വായിക്കാം. 4:1 വായിച്ചു. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയുന്നു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ഇല്ലതാനും തിരുവെഴുത്ത് എന്ന് പറയും, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രഹാമിന്റെ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടതെന്ന് വളരെ വ്യക്തമാണ്. ഇനിയാണ് നമ്മൾ അവിടെ കാണുന്നത് ദൈവത്തിന്റെ ഒരു ഉടമ്പടി, അതായത് ഒരു കവനന്റിലേക്ക് അബ്രഹാം വരികയാണ്. അപ്പൊ ഈ കവനന്റിലേക്ക് വരുമ്പോൾ ഈ കവനന്റിന് ഒരു സൈൻ കൊടുക്കുകയാണ് ദൈവം. അതാണ് കവനന്റ് സൈൻ, ഉടമ്പടിയുടെ അടയാളം. ഈ കവനന്റ് സൈൻ ആണ് സർക്കംസിഷൻ അഥവാ പരിച്ഛേദന, അല്ലെങ്കിൽ അഗ്രചർമ്മച്ഛേദനം, അല്ലെങ്കിൽ ചേലാകർമ്മം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സുന്നത്ത്. ഇത്രയും വാക്കുകൾ നമ്മൾ. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്നത് ഉടമ്പടിയുടെ അടയാളം, കവനന്റ് സൈനാണ്. അപ്പൊ ഈ കവനന്റ് സൈന് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ അടുത്ത ദിവസങ്ങളിൽ ചില ആളുകൾ അത് ഈ ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. കാരണം അബ്രഹാമിന് പരിച്ഛേദന കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് നിനക്ക് നിത്യ നിയമമായിരിക്കും. പരിച്ഛേദന നിത്യ നിയമമാണ്. അപ്പൊ നിത്യ നിയമമായ പരിച്ഛേദന എന്ന് മാറി, എവിടെ വെച്ച് മാറി? കാരണം നിത്യ നിയമം മാറാൻ പറ്റത്തില്ല. അപ്പൊ അതിലാണ് ആ ആദിമസഭയിൽ ഒത്തിരി സംശയങ്ങൾ ഉണ്ടായത്. ഈ പരിച്ഛേദന വേണോ വേണ്ടയോ? കാരണം നിത്യനിയമമല്ലേ. അല്ല, ലേവ്യ പൗരോഹിത്യം തുടങ്ങുമ്പോഴും നിത്യപൗരോഹിത്യം എന്നാണല്ലോ പറഞ്ഞത്. നിത്യപൗരോഹിത്യം. അപ്പൊ ആ നിത്യപൗരോഹിത്യവും നിത്യനിയമവും ഇത് നമുക്ക് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഈ പഴയ നിയമസഭ അല്ലെങ്കിൽ പുതിയ നിയമസഭയെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഈ പുതിയ നിയമസഭ എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നും സെപ്പറേറ്റ് ആണെന്നും ഒരു ധാരണയുണ്ട്. ആ വിഷയം നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തായിരുന്നു തോന്നുന്നു. അതായത് യേശു പറഞ്ഞത്, ഞാൻ മോശെ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നിവർത്തിക്കാനാണ് ഞാൻ വന്നതെന്ന്. അപ്പം യേശു ശരിക്കും ഈ സർക്കംസിഷനോ അല്ലെങ്കിൽ പാസ് ഓവറോ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു കാര്യവും നീക്കിയിട്ടില്ല. പിന്നെ യേശുവിൽ അത് നിവർത്തിക്കപ്പെടുകയായിരിക്കും. കറക്റ്റ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഗമുണ്ട് ഈ റോമാലേഖനം 11. കാട്ടൊലിവായും റെഫറൻസ് പറഞ്ഞു. റോമാലേഖനം 11 കൊമ്പുകളിൽ ചിലതൊടിച്ച് കാട്ടൊലിവായ നിന്നെ അതിനോട് ചേർത്ത് ഒട്ടിച്ചു, ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കിയെങ്കിലോ. 11:17 ആണോ? 17 അത് തന്നെ. അപ്പം ഈ കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. അപ്പൊ നാട്ടൊലിവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇസ്രായേലാണ്. അതെ. അപ്പൊ ഇസ്രായേലായ നാട്ടൊലിവിൽ നമ്മളെ ഒട്ടിക്കുകയാണ്. അല്ല, നമുക്കൊരു സ്വതന്ത്രമായ ഒരു പ്ലാന്റിങ് അല്ല വരുന്നത്.
അതായത് ഉള്ളത്തില് പിന്നെ ബഡ്ഡി ചെയ്ത് കയറുക ഇത്. വി ആർ നോട്ട് പ്ലാന്റഡ് സെപ്പറേറ്റ്ലി. ഓക്കെ. നമ്മള് നാട്ടൊലിവിലേക്ക്, അപ്പൊ വേറെ ഏതാണ്? വേറെ നാട്ടൊലിവിന്റെ ഫലപ്രദമായ പേരിന് പങ്കാളി. ആ പേരിന് നമ്മൾ പങ്കാളികളായി. അപ്പൊ നമ്മുടെ റൂട്ട്സ് ജൂവിഷ് റൂട്ട്സ് ആണ്. അതെ അതെ, 17-ാം വാക്യം അല്ലെ, റോമർ 11:17. ആ റൂട്ടിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയാൽ നമുക്ക് ഫ്രൂട്ട്സിനെ ബെയർ ചെയ്യാൻ പറ്റത്തില്ല. റൂട്ട്സും ഫ്രൂട്ടും കണക്റ്റഡ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്ന് കേൾവിക്കാരായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പഴയ നിയമത്തിലെ സർക്കംസിഷൻ എന്ന് പറയുന്ന കൽപ്പന മാത്രമല്ല, പഴയ നിയമത്തിൽ ഏത് കൽപ്പന കൊടുത്തോ അത് പുതിയ നിയമമായിട്ട് മെർജ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലെ, ഇപ്പം പാസ് ഓവർ തിരുമേശയുമായിട്ട് ചേർന്ന് വരികയാണ്. അതുപോലെ തന്നെ സർക്കംസിഷൻ അഥവാ പരിച്ഛേദന എന്ന് പറയുന്നത് സ്നാനമായിട്ട് ചേർന്ന് വരികയാണ്. പരിച്ഛേദന സ്നാനമായിട്ട് ചേർന്ന് വരുന്ന ആ ഭാവമാണ് നമ്മൾ കൊളോസ്യൻസ് വായിക്കുന്നത് അല്ലേ? അതെ അതെ അതെ, അത് നമുക്ക് കൊളോസ്യൻസിലേക്ക് പോവാം. കൊളോസ്യൻസിൽ 3-ാം അധ്യായമാണ്. കൊളോസ്യൻ 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പൊ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദനയെ കുറിച്ചാണ് പുതിയ നിയമം പറയുന്നത്. അതെ അതെ, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ഈ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എവിടെയാ സംഭവിക്കുന്നത്? ഹൃദയത്തിലാ സംഭവിക്കുന്നത്. ഈ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന സ്നാനത്തിലാ സംഭവിക്കുന്നത്. അത് തൊട്ടടുത്ത് പറയാ, നോക്ക്, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ കുഴിച്ചിടപ്പെടും. അപ്പൊ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന സ്നാനത്തോടാണ് പൗലോസ്ലീഹ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ വാക്യം പ്രേക്ഷകർ വേണമെങ്കിൽ ഒന്ന് എടുത്തോളൂ. കൊളോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ. 3-ാം അധ്യായമല്ല, 2-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ. 11-12 ചേർത്ത് വായിക്കും. ഞാൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ പരിപൂർണ്ണമായിരിക്കുന്നു 10-ാം വാക്യം. എന്നിട്ടാണ് കൊളോസ്യർ 2:11 അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ കുഴിച്ചിടപ്പെടുകയും അവനെ ഒരു ഇവാഞ്ചലിക്കൽ ട്രിക്കാണ് ഇതെല്ലാം. അങ്ങ് അദൃശ്യ ലോകത്തിലും ഹൃദയത്തിലും ഒക്കെ സംഭവിക്കാം. നോ 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 നോ, ഇറ്റ്സ് എ സൈൻ ഓഫ് കവനന്റ്. ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ഫിസിക്കൽ വേൾഡ്. ഇറ്റ്സ് വിസിബിൾ സൈൻ. അപ്പൊ വളരെ ദൃശ്യമായിട്ട് ഈ കവനന്റ് സൈൻ പൂർത്തീകരിക്കപ്പെടുന്നത് സ്നാനത്തിലാണ്. വിതൗട്ട് ഷെഡിങ് ബ്ലഡ്, ഒരു വേദനയില്ലാതെ, ഒരു മുറിവില്ലാതെ, ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ ഈ പരിച്ഛേദന നമുക്ക് കേൾക്കാൻ പറ്റുന്ന മാർഗമാണ് സ്നാനം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കൈകൊണ്ടല്ലാത്ത ഹൃദയത്തിലുള്ള പരിച്ഛേദന എന്ന് വിശദീകരിച്ചിരിക്കുന്ന പരിച്ഛേദനയോ? കൈകൊണ്ടല്ലാത്ത ഹൃദയത്തിലുള്ള പരിച്ഛേദനയാണ് സ്നാനം. ആ സ്നാനം എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് പത്രോസ്ലീഹ എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായം 21 പത്രോസ്ലീഹ എഴുതിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ഗുഡ് കോൺഷ്യസ് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ നല്ല മനസാക്ഷിയുടെ അംഗീകാരമാണ്. അപ്പൊ ഇത് എന്താണ് ഈ നല്ല മനസാക്ഷി? ഈ നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒറിജിനലി ദൈവത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. മനുഷ്യൻ ഒരിക്കലും അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറയാം. ദൈവം ആദിയിൽ മരങ്ങളെ ചെടികളെ സൃഷ്ടിച്ചപ്പോ ഗോഡ് സ്പോക്ക് ടു ദ സോയിൽ. ദൈവം മണ്ണിനോട് സംസാരിച്ചു. മണ്ണിൽ നിന്ന് മരങ്ങളും ചെടികളും ഉണ്ടാകട്ടെ. മത്സ്യങ്ങളെ സൃഷ്ടിക്കാൻ നേരത്ത് വെള്ളത്തോട് സംസാരിച്ചു. കാരണം മരത്തിന്റെ റിസോഴ്സും എൻവയോൺമെന്റും ഒക്കെ ഈ മണ്ണാണ്. മണ്ണിൽ വേരൂന്നിയാണ് അത് വളരേണ്ടത്. അടുത്തത് മത്സ്യങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ജലത്തോടാണ് സംസാരിക്കുന്നത്, വെള്ളത്തിലുണ്ടാകട്ടെ. അപ്പം മത്സ്യങ്ങളുടെ സോഴ്സ് വെള്ളമാണ്. പക്ഷേ പക്ഷികളെ സൃഷ്ടിച്ചപ്പം അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചു. പക്ഷികളുടെ സോഴ്സ് വായുവാണ്, വായുവിലാണ് ജീവിക്കുന്നത്. ഈ മണ്ണാകുന്ന സോഴ്സിൽ നിന്ന് പിഴുതു മാറ്റപ്പെട്ടാൽ ഈ വൃക്ഷം മരിക്കും. വെള്ളമാകുന്ന സോഴ്സിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ ഈ മത്സ്യം മരിക്കും. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ സമയത്ത് ദൈവം മണ്ണിനോടും സംസാരിച്ചില്ല, വെള്ളത്തോടും സംസാരിച്ചില്ല, വായുവിനോട് സംസാരിച്ചില്ല. ദൈവം തങ്ങളിൽ തന്നെ സംസാരിച്ചു. ഗോഡ് സ്പോക്ക് ഇൻ ദംസെൽവ്സ് ആണ്. അതായത് ലെറ്റസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ്. അപ്പം മനുഷ്യൻ ഒറിജിനലി സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിലാണ്, ട്രിനിറ്റിയിലാണ്. അപ്പൊ ദൈവത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് മുഖാമുഖമായിട്ടിരുന്നു. ആ മുഖാമുഖമായിട്ടിരുന്ന ആ ദൈവ തേജസ് അല്ലെ ദൈവ സ്വരൂപം ആ മനുഷ്യന് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ദൈവസ്വരൂപവുമായി ക്രിസ്തു തിരിച്ചു വന്നപ്പം ആ ക്രിസ്തുവിന്റെ ദൈവസ്വരൂപത്തെ തിരിച്ചറിയുന്നതിനെയാണ് ഈ നല്ല മനസാക്ഷി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അപ്പൊ ആ നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ, ദാറ്റ്സ് ജോയിനിങ് വിത്ത് ക്രൈസ്റ്റ്. നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ ജോയിനിങ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ചേരുകയാണ്. അതാണ് സ്നാനം എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് പുതിയ കവനന്റ്.
അപ്പം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരിലേക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊന്ന് പതിപ്പിക്കാൻ കഴിയണം. ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയി ന്യൂ ടെസ്റ്റ്മെന്റിൽ അത് വന്ന് മെർജ് ചെയ്യുകയാണ്. ആ ഒരു പോയിന്റിൽ ഇപ്പം അതുകൊണ്ടാണ് എറ്റേണൽ എന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. പരിശോധന എന്ന് പറഞ്ഞപ്പം നിത്യ നിയമമാണ്. പക്ഷെ യേശുവിൽ വരുമ്പം ആ പരിശോധന കൈകൊണ്ടല്ലാത്ത പരിശോധനയാണ്. എന്നാൽ ആ പരിശോധന സ്നാനത്തിലൂടെയാണ് സംഭവിക്കുന്നതെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം 12 മുതലുള്ള വാക്യങ്ങളിൽ മനസ്സിലാക്കുന്നു. അപ്പൊ ഇനിയാണ് നമ്മൾ അറിയേണ്ടത്, അപ്പൊ പരിശോധന കഴിക്കാൻ ദൈവം കൽപ്പിച്ചിരുന്ന പ്രായം ഏതാണ്? പഴയ നിയമത്തിൽ 8-ാം ദിവസമാണ്. ജനിച്ച് ചോരക്കുഞ്ഞായിരിക്കുന്ന 8-ാം നാളിലാണ് ഒരു ആൺകുഞ്ഞുമായിട്ട് പോയി പരിശോധന കഴിയും. നമ്മുടെ കർത്താവായ യേശുവിനെ അങ്ങനെ കഴിച്ചതാണ്. വിശുദ്ധ പൗലോസ്ലീഹ അങ്ങനെ 8-ാം നാളിൽ പരിശോധന ഏറ്റവരാണ്. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ പരിശോധന എന്ന് പറയുന്നത് 8-ാം നാളിലാണ്, ജനിച്ച 8-ാം നാളിലാണ്. അതായത് 8 ദിവസം പോലും വെയിറ്റ് ചെയ്യരുത്, ആദ്യത്തെ ദിവസം തന്നെ ചെയ്യേണ്ടി. 8-ാം നാൾ ചൂസ് ചെയ്തതിന് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്, ശാസ്ത്രീയ വിശദീകരണം. എന്താന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ ആ കുഞ്ഞിന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള കഴിവില്ല. ആ കഴിവ് ഉണ്ടാകുന്ന 8-ാം ദിവസം. അപ്പൊ 8-ാം ദിവസം 8 ദിവസത്തിന് മുമ്പ് ഈ പരിശോധന നടത്തി കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ടാണ് 8 ദിവസം വെയിറ്റ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം അതാണ്. ആ ബ്ലഡ് ക്ലോട്ടിങ് കപ്പാസിറ്റി ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ ചെറിയായിട്ട് സംസാരിച്ചപ്പം ഇവിടെ പറയുമായിരുന്നു, നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കമാൻഡ്മെന്റ്സ് അല്ലെങ്കിൽ സാക്രമെന്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്ന് മെർജ് ചെയ്യുന്ന ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് അതിനകത്ത് ഒരു വലിയ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. പക്ഷെ സമീപകാലത്ത് അതിൻ്റെ അകത്ത് ഒരു തുറവി കിട്ടിയപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ലേവി പൗരോഹിത്യം വന്ന് യേശുക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തിലേക്ക് ബന്ധം പുലർത്തുകയാണ്. അതുപോലെ തന്നെ പരിശോധന വന്ന് സ്നാനത്തിലേക്ക് ബന്ധപ്പെടുകയാണ്. പാസ് ഓവർ വന്ന് പെസഹ വന്നിട്ട് യേശുവിന്റെ ആ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ആ കൂട്ടായ്മയാകുന്ന ഇക്കാറസിലേക്ക് ചേരുകയാണ്. അതെ, അതാണല്ലോ പറഞ്ഞത്, ഈ നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന്റെ പങ്കാളിത്തമാണ്. അതെ അതെ എന്ന് പറഞ്ഞാൽ ദൈവം പുതുതായിട്ട് ഒന്നും തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് തുടങ്ങിയതൊന്നും അവസാനിപ്പിക്കേണ്ട ഗതികേട് ദൈവത്തിനില്ല. അങ്ങനെ എന്നാൽ ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് വരും. അപ്പം ദൈവം സർവജ്ഞാനിയല്ലെന്ന് വരും. അവിടെയാണ് ആ പോയിന്റ്. ദൈവത്തിന്റെ സർവജ്ഞാനത്തെ ചോദ്യം ചെയ്യാണ്. അപ്പൊ ദൈവം സ്റ്റാർട്ട് ചെയ്ത്, അതാണ് നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ച് ക്രിസ്തുവേശുവിന്റെ നാളോളം അതിനെ തേക്കും. അപ്പൊ ദൈവം ഏതാ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തേക്കും എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ ദൈവം ഈ ഗുഡ് വർക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്തത്? അബ്രഹാമിനെ വിളിച്ചപ്പോ സ്റ്റാർട്ട് ചെയ്തതാ. അതെ 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 അതെ. അപ്പൊ അബ്രഹാമിനെ വിളിച്ചു. അപ്പൊ അവിടം തൊട്ടുള്ള, അതുകൊണ്ടാണല്ലോ വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിളിക്കുന്നത്. നമ്മൾ ഈ റിഫോർമേഷന്റെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ദൈവിക ഉടമ്പടിയിൽ നിന്നും മാറുന്നില്ല? കാരണം പരിശോധന എന്ന സ്നാനത്തിന്റെ പഴയ നിയമത്തിലെ കാര്യം അത് കൊളോസ് ലേഖനത്തിൽ പൗലോസ് പുതിയ നിയമത്തിലേക്ക് എടുത്തിടുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. കൈകൊണ്ടല്ലാത്ത പരിശോധന, ഹൃദയത്തിലുള്ള പരിശോധന, അത് നടക്കുന്ന സ്നാനത്തിലൂടെയാണെന്ന് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ മനസ്സിലായി. ഇത് മനസ്സിലാക്കിയിട്ടാണ് പത്രോസ് ലീഗ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, പെന്തക്കോസ്ത പെരുന്നാളില് പത്രോസ് ലീഗ എഴുന്നേറ്റ് എന്നുള്ള ഫസ്റ്റ് പ്രസംഗം, ഫസ്റ്റ് ബാപ്റ്റിസം, ഒന്നാമത്തെ പ്രസംഗത്തിലെ ഒന്നാമത്തെ സ്നാനം, ആ ഭാഗം വരുമ്പോഴാണ് അത് വളരെ ക്ലാരിറ്റിയിൽ ശിവശ അത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ? കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. അല്ല, നമ്മൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പുതിയ നിയമം അല്ലെങ്കിൽ ഈ ബൈബിൾ, ഈ പുതിയ നിയമം വെച്ചിട്ട് നമ്മൾ ഈ സ്നാനത്തെ പറ്റി പഠിക്കുമ്പോൾ അതിൽ വലിയൊരു അപകടമുണ്ട്. ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്നാന പരാമർശങ്ങൾ മുഴുവൻ തന്നെ ഈ ഫസ്റ്റ് റെസിപ്പിയൻസിനെ കുറിച്ചാണ്. അതായത് ഈ ഗോസ്പൽ 1-ാം തലമുറയിൽപ്പെട്ട ആളുകൾ. അപ്പൊ ഇതിനകത്ത് ഒത്തിരി അവ്യക്തതയുണ്ട്. പലരും പറയാറുണ്ട് ഇതിനകത്ത് ശിശുക്കളെ സ്നാനപ്പെടുത്തിയായിട്ട് പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട്. 2-ാം തലമുറയുടെ കാര്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. 2-ാം തലമുറയ്ക്ക് എങ്ങനെയാണ് സ്നാനം കൊടുത്തതെന്ന് ബൈബിളിലില്ല. അതാണ്. അപ്പൊ നമ്മൾ അതിലേക്ക്, അപ്പൊ സ്പഷ്ടമായി ശിശുക്കളെ സ്നാനപ്പെടുത്തിയെന്നില്ലെങ്കിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തരുത് എന്നൊരു കൽപ്പനയോ വിലക്കോ ബൈബിളിലില്ല. അതല്ല, മാത്രമല്ലല്ലോ പത്രോസ് ലീഗയുടെ പ്രസംഗത്തിൽ അത് വളരെ ക്ലാരിറ്റി ആയിട്ട് കർത്താവ് പറയുന്നുണ്ടല്ലോ. പത്രോസ് ലീഗ പറയുന്നുണ്ടല്ലോ. ശിവശ പറഞ്ഞു വന്നു. അവിടെയൊക്കെ നമ്മൾ പറയുന്നത് 2-ാം അധ്യായം 38-ാം വാക്യം,
പത്രോസ് അവരോട് ഞാൻ വായിക്കാം. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ. അപ്പം 37-ാമത്തെ വാക്യം ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങൾ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് നിങ്ങൾക്കും വേണം നിങ്ങളുടെ മക്കൾക്കും വേണം. അവിടെ ടെക്നോൺ എന്നുള്ള ഗ്രീക്ക് ടേമാണ് 99 പ്രാവശ്യം ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോൺ. അപ്പൊ നിങ്ങൾക്കും ഇത് ബാധകമാണ്, നിങ്ങളുടെ മക്കൾക്കും. ആ 2 ടേം എടുത്തൊന്ന് പറഞ്ഞോളൂ, അപ്പം സ്റ്റഡി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാലോ. അതായത് ഈ ടെക്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തു. അതായത് തീരെ കുഞ്ഞുങ്ങൾക്ക് വരെ ആ വാഗ്ദാനം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്നാ ചെയ്യണം എന്ന് ചോദിച്ചു. അന്നേരം പത്രോസ്ലീഹയോട് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നിട്ട് പറയാ ആ കമാൻഡ്മെന്റിന്റെ പരിധി വരുന്നവർ ആരൊക്കെയാണ്? നിങ്ങളുമുണ്ട്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥര് ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ഡയറക്റ്റ് വാക്യമാണ്. കുഞ്ഞുങ്ങളെ ഇതിന്റെ അകത്ത് മാറ്റി നിർത്തരുത് എന്നുള്ളതിന്റെ, അല്ലെ? വാഗ്ദത്തം ആർക്കാണ്? നിങ്ങളുടെ ആ മക്കൾക്ക് ഈ വാഗ്ദത്തം ഉണ്ട്. ഏതാ വാഗ്ദത്തം? സ്നാനം ഏറ്റിട്ട് കിട്ടുന്ന പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ന ഈ വാഗ്ദത്തം മക്കൾക്കൊണ്ട് മുതിർന്ന സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം. ആ വിശ്വാസ സ്നാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ബ്രദർ സജിത്ത് വിശ്വസിക്കുന്നു. കാരണം ഇന്ന് ക്രൈസ്തവനല്ലാത്ത ഒരാള് സ്നാനമേൽക്കാൻ വന്നാൽ അയാൾ വിശ്വസിക്കണം എന്നത് ബ്രദർ സജിത്ത് നിഷ്കർഷിക്കത്തില്ല. വിശ്വസിക്കാത്തവരെയാണ് സ്നാനപ്പെടുത്തുന്നത്. അല്ലല്ല, വിശ്വസിക്കുന്നവരെയാണ്. അക്രൈസ്തവനോട് പറയും വിശ്വസിക്കണം, അവർ കൺഫേസ് ചെയ്യണം, അതിനുശേഷമാണ് ബാപ്റ്റിസം. പക്ഷേ എല്ലാ മെയിൻ ലൈൻ ചർച്ചകളിലും മുതിർന്ന സ്നാനം ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരാളെ സ്വീകരിക്കപ്പെടുമ്പോൾ അയാൾ വിശ്വസിക്കണമെന്നും ഏറ്റു പറയണമെന്നുള്ളത് സഭയുടെ ഉപദേശമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ അത് ടോട്ടലി ഡിഫറൻറ്റ് സിനാറിയോ. അതായത് കുഞ്ഞിന്റെ മാത്രമല്ല, അഡൽട്ട് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആ ഹൗസ് ഹോൾഡിന്റെ കാര്യത്തിലും, അത് അവരുടെ കുടുംബത്തിലുള്ളവരുടെ കാര്യത്തിലും എൻറ്റയർ ഫാമിലിയിലേക്കാണ് രക്ഷ വരുന്നത്. കൊർന്നല്യോസിനും കുടുംബത്തിലുമാണ് ആ ഓയിക്കോസ് എന്ന് പറഞ്ഞു കഴിയുമ്പം അതിനകത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഫാമിലിയാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കാണാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓയിക്കോസ് എന്ന പ്രയോഗം കുഞ്ഞുങ്ങളുടെ ഉണ്ടെങ്കിലേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ കുഞ്ഞുങ്ങൾക്കും കൂടെ ഈ വാഗ്ദാനം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പം ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരിടത്ത് പോലും ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ സ്നാനപ്പെടുത്തിയ തെളിവില്ല. എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ഒരാള് മുതിർന്നു വന്നു കഴിയുമ്പോൾ അവന് കൊടുക്കേണ്ട സ്നാനത്തെ കുറിച്ച് തെളിവില്ല. കാരണം 1ാം തലമുറയുടെ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ 2ാം തലമുറ അവർ കുഞ്ഞുങ്ങളെയാണ് മാമോദിസ കൊടുക്കുന്നത്, അല്ലാതെ മുതിരാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്തില്ല. വിശുദ്ധ പൗത്രോസ്ലീഹയുടെ മക്കളുടെ കാര്യം പോലും ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നുമില്ല. അവർക്ക് എങ്ങനെയാ സ്നാനം അത് വിശദീകരിച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നമ്മള് ഈ വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ റോമാലയത്തിൽ. ഇനി അപ്പം ഇപ്പൊ ഒരു സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ട് നമുക്ക് 2ാമത്തേക്ക് പോകാം. അപ്പം സ്നാനം എന്ന് പറയുന്നതിനകത്ത് വിശ്വാസ സ്നാനം അല്ലെങ്കിൽ വിശ്വസിക്കാത്ത സ്നാനം അല്ലെങ്കിൽ മെച്യൂർ ബാപ്റ്റിസം, അഡൽട്ട് ബാപ്റ്റിസം, ചൈൽഡ് ബാപ്റ്റിസം, അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. ബാപ്റ്റിസം എന്ന് പറയുന്നതെന്നല്ല, പുതിയ നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ നിന്ന് വരുന്നവയാണ്. പക്ഷെ പഴയ നിയമത്തിൽ നിന്ന് വരുന്നവയുടെ രൂപത്തിലോ ഭാവത്തിലോ അല്ല അത് പുതിയ നിയമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ അത് പ്രവർത്തിയാൽ നേടാം എന്ന ചിന്തയാലാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് തന്നതുകൊണ്ട് അതിനോട് ചേർന്ന് നമ്മുടെ പ്രവൃത്തി വരുന്നു എന്നുള്ളതാണ് എന്റെ വ്യത്യാസം. അതെ. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാന കാരണമുണ്ട്. ഈ അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അടുത്ത നിമിഷം ദൈവം പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ നിന്റെ വീട്ടിൽ ജനിച്ച ദാസന്മാരെയും നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം പരിചയം ഏൽപ്പിക്കുക. അപ്പൊ അവർ വിശ്വസിക്കണ്ടേ? അപ്പൊ വളരെ പ്രധാന പോയിന്റ്. കാരണം ഈ അബ്രഹാം നീ വിശ്വസിച്ചല്ലോ, അതുപോലെ തന്നെ നിന്റെ മക്കളും മുതിർന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ നീ അവരെ പരിചയം കഴിക്കണം. അങ്ങനെയല്ല പറഞ്ഞത്.
അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ഈ കുഞ്ഞുങ്ങളെ പരിച്ഛേദന കഴിക്കാം എന്ന ഒരു പെർമിഷൻ അല്ല ദൈവം കൊടുത്തത്, മറിച്ച് കുഞ്ഞുങ്ങളെ പരിച്ഛേദന കഴിക്കണം എന്നുള്ള ഒരു കമാൻഡ്മെന്റ് ആണ് കൊടുത്തത്. ഇറ്റ് ഈസ് നോട്ട് എ പെർമിഷൻ ബട്ട് ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. അപ്പൊ കവനന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ദൈവം വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം നമ്മൾ പഠിക്കുമ്പം ഈ മോശയുടെ ഭാര്യ സിപ്പോറ തന്റെ മക്കൾ ആമക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഓമനിച്ച് വളർത്തുക. അപ്പൊ മോശ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ദൈവം ഉണ്ടെങ്കിനെ. അപ്പം അല്ല, അതൊന്ന് പറഞ്ഞേക്കാം. കാരണം ഈ സിപ്പോറ എന്ന് പറഞ്ഞാൽ മിദ്യാനിയരാണ്. മിദ്യാനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ മക്കളാ മിദ്യാനിയർ. അതായത് അബ്രഹാം സാറാ മരിച്ചു കഴിഞ്ഞു. അപ്പൊ അബ്രഹാമിന്റെ പക്ഷെ അപ്പൊ ഈ പരിച്ഛേദനയുടെ കാര്യം പറഞ്ഞപ്പോ സിപ്പോറ പറയാണ് ഈ പഴങ്കഥയൊക്കെ പറഞ്ഞ് എന്റെ കൊച്ചിനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, ഈ പരിച്ഛേദന കുഞ്ഞായിരുന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തോണ്ട് ദൈവത്തിന്റെ ദൂതൻ മോശയെ കൊല്ലാൻ വരിക. അതെ, അങ്ങനെ പെട്ടെന്ന് പരിച്ഛേദന കൊടുക്കും. നമ്മൾ അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുന്നുണ്ട് അല്ലേ? അല്ല, അതിനകത്ത് വലിയ കാര്യമുണ്ട്. ഈ പരിച്ഛേദന സിപ്പോറ കത്തിയെടുത്ത് ആ മക്കൾക്ക് പരിച്ഛേദന ചെയ്യുമ്പം അവർക്ക് 20 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മക്കളുടെ നഗ്നത കാണേണ്ട അത്രമാത്രം ദുസ്ഥിതിയിലേക്ക് സിപ്പോറ പോയി. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഈ പരിച്ഛേദന ഒരു കമാൻഡ്മെന്റ് ആണ്. അത് തന്നെയല്ല, ഇസ്രായേൽ മക്കള് പരിച്ഛേദന ഏക്കാതെ പോയിട്ട് പിന്നെ നമ്മുടെ ഗിൽഗാൽ എന്ന് പറയുമല്ലോ. അല്ല, ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ ഈ വിഷയം ഇൻഡെപ്തിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേൾവിക്കാർ കുറച്ച് ഈ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് സ്റ്റഡി. ഓക്കെ, അപ്പം ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അതാണ്. അപ്പൊ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വസിച്ചിട്ടാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾക്കും അവന്റെ ഹൗസ് ഹോൾഡിന് കംപ്ലീറ്റ് ആ നീതീകരണം കിട്ടിയത് നമ്മൾ ഇന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ പേഴ്സണൽ ആയിട്ട് പോയി ഒരാൾ വിശ്വസിച്ചിട്ടല്ല. അല്ല, അബ്രഹാമിലൂടെ എല്ലാവരിലേക്കും വരുവാനും. അപ്പൊ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം ഈ നമ്മൾ ഈ റിഫോർമേഷന്റെ ചരിത്രം പിന്നെ വരിക. ഇന്ന് ചരിത്രം, പാരമ്പര്യം, സഭാരേഖ, ഇത് മൂന്നും പറ്റില്ല. 500 വർഷം പുറകെയുള്ള ചരിത്രം വരെ ആകാം. ഓക്കെ, നമ്മൾ മാർട്ടിൻ ലൂതറിന്റെ റിഫോർമേഷന്റെ ആ ഒരു ടൈം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മാർട്ടിൻ ലൂതർ പറഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന പ്രവൃത്തി അല്ല. നമ്മൾ ഇന്ന് പറയുന്ന പ്രവൃത്തി വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. റോമൻസിൽ പറയുന്ന പ്രവൃത്തി ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് എനിക്ക് തോന്നുന്നു നല്ല ശതമാനം ഈ ഗ്രേസ് പ്രീച്ചേഴ്സ് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പാടുപെടുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതായത് ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനം 3 അധ്യായം, ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനം 3 അധ്യായം ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പം അത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ഈ ന്യായപ്രമാണത്തെയും വാഗ്ദാനത്തെയും കുറിച്ച് പറഞ്ഞു വരികയാണ്. ന്യായപ്രമാണത്തെയും വാഗ്ദാനത്തെയും കുറിച്ച് പറഞ്ഞു വരികയാണ്. പറഞ്ഞു താഴോട്ട് വരുമ്പം ഈ ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ, ഗലാത്യർ 3:12. എന്നിട്ട് അതിന്റെ 23:26 കണ്ടോ, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ അതിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, ആണും പെണ്ണും വ്യത്യാസമില്ല, ദാസനും സ്വതന്ത്രനും വ്യത്യാസമില്ല, യേശുക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ. ഈ പരിച്ഛേദനയെ സ്നാനത്തോട് കമ്പയർ ചെയ്യുന്നതിന് ഇവർ ഉയർത്തുന്ന ഏറ്റവും വലിയ ഒബ്ജക്ഷൻ എന്താണെന്നറിയോ? പരിച്ഛേദന ആണുങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, പെൺകുട്ടികൾക്ക് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമായിരുന്നു, പെണ്ണുങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഒരിക്കലും സ്നാനവും പരിച്ഛേദനയുടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമുക്കൊന്ന് നിൽക്കണം. അതിനുള്ള വിശദീകരണം, ഈ ന്യൂ കവനന്റ് ഈസ് ബെറ്റർ ദാൻ ഓൾഡ് കവനന്റ്. ബെറ്റർ ദാൻ മീൻസ് ന്യൂ കവനന്റ് ഈസ് മോർ ഇൻക്ലൂസീവ്, കൂടുതൽ ഉൾക്കൊള്ളുകയാണ്. അപ്പൊ ഓൾഡ് കവനന്റിൽ ഓൺലി മെയിൽ ചൈൽഡ് ക്യാൻ ബെയർ ദ കവനന്റ് സൈൻ. അപ്പൊ പഴയ കവനന്റിൽ മെയിലിന് മാത്രം, പുരുഷന് മാത്രമായിരുന്നു ഉടമ്പടിയുടെ അടയാളം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ കവനന്റ് ഇറ്റ് ഈസ് മോർ ഇൻക്ലൂസീവ് ആൻഡ് ബെറ്റർ. അപ്പം പുരുഷനും സ്ത്രീക്കും അത് കൊടുക്കുകയാണ്. അതുപോലെ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഈ പ്രൊസലറ്റൈസിങ് ലിമിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതപ്രചരണം അല്ലെ പുറത്തുനിന്ന് ആളുകളെ സ്വീകരിക്കുന്ന അപൂർവമായിട്ട് അവർ വന്നാൽ പരിച്ഛേദനയേക്കും. പക്ഷെ ന്യൂ ടെസ്റ്റമെന്റ് വന്നു കഴിഞ്ഞപ്പം മോർ വൈഡ് ആണ്, അത് മോർ ഇൻക്ലൂസീവ്. അതുകൊണ്ട് ആകെ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെ പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. അപ്പൊ ഇത് മോർ ഇൻക്ലൂസീവ് ആണ്. ഇനി അടുത്തത്
അതായത് ഓൾഡ് ടെസ്റ്റമെന്റിനേക്കാൾ മോർ ഇൻക്ലൂസീവ് ആയിട്ട് വരുന്ന ന്യൂ ടെസ്റ്റമെന്റിൽ ഈ കുഞ്ഞുങ്ങളെ ഓൾഡ് ടെസ്റ്റമെന്റിൽ 8ാം നാൾ തൊട്ട് ഇൻക്ലൂഡഡ് ആണ്, 8ാം ദിവസം തൊട്ട് ഇൻക്ലൂസീവ് ആണെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് ബെറ്റർ കവനന്റ് ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ബെറ്റർ കവനന്റ് ആകുന്നത്? ബെറ്റർ കവനന്റ് ആകുമ്പോൾ കൂടുതൽ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാണ്. സോ അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയണം എബ്രായലേഖനം മുഴുവൻ നിങ്ങൾ റിജക്ട് ചെയ്യാണ്. ന്യൂ കവനന്റ് ഈസ് ബെറ്റർ, ന്യൂ കവനന്റ് ഈസ് ബെറ്റർ, ന്യൂ കവനന്റ് ഈസ് ബെറ്റർ എന്നാണ് എബ്രായലേഖനം മുഴുവൻ പറയുന്നത്. ആ ബെറ്റർ കവനന്റിൽ മോർ ഇൻക്ലൂഷൻ ആണ് നടക്കുന്നത്. മോർ ഇൻക്ലൂഷൻ. അതെ അതെ, എക്സാക്ട്ലി. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പം ഈ മാർട്ടിൻ ലൂതർ, എനിക്ക് തോന്നുന്നു മാർട്ടിൻ ലൂതറിന്റെ ടൈമിൽ ഉണ്ടായ റിഫോർമേഷനിൽ തെറ്റിദ്ധരിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ ആനുകാലിക പ്രവൃത്തിയായിട്ട് വ്യാഖ്യാനിച്ചാണെന്ന് തോന്നുന്നു. കറക്റ്റ് അല്ലെ? കണ്ടംപററി ഇന്നത്തെ ആനുകാലിക പ്രവൃത്തിയായിട്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ മെർജ് ചെയ്തതാണ്. ബൈബിളിൽ പറയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുകയില്ലെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയല്ല. അതല്ലാതെ യേശുവിനെ വിശ്വസിക്കുന്നവന് വരുന്ന പ്രവൃത്തിയാൽ അല്ലെന്നല്ല. അതുകൊണ്ടാണ് ജെയിംസ് അത് എടുത്തു പറയുമ്പോൾ, വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ അത് എടുത്തു പറയുമ്പോൾ 2:24 അല്ലെ ശിവച്ച, 2:24 അത് എടുത്തു പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ജെയിംസ് 2:24. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം കാണുന്നു. പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം കാണുന്നു. അപ്പം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, 4ാം അധ്യായത്തിലും വായിച്ചു, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2ാം അധ്യായത്തിലും വായിച്ചു. അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പ്രവൃത്തിയാൽ അല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതെന്ന്. എന്നിട്ട് യാക്കോബ് വിശദീകരിക്കുമ്പം യാക്കോബ് ലേഖനം 2:24 പറയുന്നത് അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അപ്പം ഇത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഫാക്ടറാണ്. എനിക്കും ഇത് ആരംഭത്തിൽ സ്റ്റഡി ചെയ്തപ്പം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് രണ്ടും കോൺട്രഡിക്ടറി അല്ല, കോംപ്ലിമെന്ററി ആണ്. ഇത് പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകമാണ്. പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകമാണ്. അതെങ്ങനെ പരസ്പര പൂരകമാകുന്നു എന്നും കൂടെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു ശിവ. അതായത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു കറൻസി നോട്ട് എടുക്കാം. ഈ ഒരു കറൻസി നോട്ട് എടുത്താൽ ഇപ്പൊ 1000 നോട്ട് ഇപ്പൊ ഇല്ലല്ലോ, കേസ് വരും. 2000 എടുക്കാം. ഈ 2000 നോട്ട് എടുത്താൽ അതിന്റെ ഒരു ഫേസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് മറ്റേ ഫേസ്. ഓക്കെ, പക്ഷെ ആ 2 ഫേസ് കൂടെ ചേരുമ്പോഴാണ് കറൻസി നോട്ട് ആകുന്നത്. അല്ലെങ്കിൽ അത് വാലിഡ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അത് വാലിഡ് അല്ല. ഈ പ്രശ്നം എനിക്ക് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നോട്ട് കിട്ടിയോ, സൈറ്റിന് എവിടെയെങ്കിലും കിട്ടിയോ? ഞാൻ അങ്ങനത്തെ ഒരു തിയോളജി വിശ്വസിച്ചിരുന്നു, ഞാൻ അങ്ങനത്തെ ഒരു തിയോളജി പറഞ്ഞിരുന്നു. ഞാൻ വൺ സൈഡ് പ്രിന്റ് നോട്ട് ഇറക്കും, കേരളത്തിലൊക്കെ കൊണ്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഞാൻ ഈ വാക്ക് ഇഗ്നോർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും ഇത് വ്യാഖ്യാനിക്കാൻ ഞാൻ വിശ്വസിച്ചിരുന്ന ആ ആശയത്തിന് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പം ബോധപൂർവം ഈ വാക്യം എന്താ പറയണ്ടേ വിശദീകരിക്കാതെ വിടുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിനകത്ത് ഉൾക്കാഴ്ച കിട്ടിയപ്പോ ഞാൻ യാക്കോബിന്റെ ലേഖനം തന്നെ എടുത്ത് 60 മണിക്കൂറിനടുത്ത് എന്ത് ചെയ്തു, ടീച്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായി യാക്കോബ് പറയുന്ന പ്രവൃത്തി വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്, അല്ലാതെ പ്രവൃത്തിയുടെ വിശ്വാസമല്ല. അല്ലല്ല, അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇതേ പ്രശ്നം എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. ഒരു വാക്യം കൊണ്ട് തിയോളജി ഉണ്ടാക്കിയാലുള്ള പ്രശ്നം. ഇപ്പൊ അവനെ കൈക്കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ആ റോമർ 10:10 ഒരൊറ്റ വാക്യം വെച്ചിട്ട് പറയുകയാണ്, രക്ഷിക്കപ്പെടണോ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. എന്നാൽ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ലേഖനത്തിൽ പറയുന്നു, സ്ത്രീ ഭയഭക്തിയോടുകൂടെ വീട്ടിൽ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. സുബോധത്തോടെ പാർക്കുന്നെങ്കിൽ സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷ പ്രാപിക്കും എങ്ങനെ? വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കും. അടുത്ത രക്ഷയുടെ മാർഗമായിട്ട് അടുത്തത് പറയേണ്ടിയിരിക്കുക ഏതാ? മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അപ്പൊ അവിടെയാണ് ആ വാക്യം നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ സുബോധത്തോടെ പാർക്കുന്നെങ്കിൽ മക്കളെ പ്രസവിക്കുന്ന, പിന്നെ സുബോധം ഇല്ലാത്തവർക്കാണ് മക്കളില്ലാത്തതെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. സുബോധം ഇല്ലാത്തവർ മക്കൾക്കില്ലെന്ന് പറയേണ്ടി വരും. കന്യകമാർക്ക് രക്ഷയില്ലെന്ന് പറയും. പുരുഷന്മാർക്ക് ഒരാൾക്കും രക്ഷയില്ലെന്ന് പറയും. മച്ചിയായിട്ടുള്ള പ്രസവിച്ചിട്ടില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് പറയേണ്ടി വരും. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണം. ഒരു വാക്യം എടുത്തുള്ള വ്യാഖ്യാനം നമുക്ക് നിർത്തിയിട്ട് ലെറ്റ് സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് സ്ക്രിപ്ചർ, മുഴുവൻ സോളാ സ്ക്രിപ്ചർ ആയിട്ട് തന്നെ ഡിവൈഡ് ദ സ്ക്രിപ്ചർ
ഇൻ എ റൈറ്റ് വേ. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു വാക്യം എടുത്തുള്ള വിശദീകരണത്തിൽ പോയാൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ 9 വാക്യം എടുത്ത് പാപമോചനത്തിനായുള്ള സ്നാനം, വെള്ളത്താലുള്ള ജനനം, അതുപോലെ തന്നെ മാമോദീസയോട് ചേർന്ന് വരുന്ന പരിച്ഛേദന, അതുപോലെ തന്നെ വെള്ളം സാക്ഷ്യം പറയുന്നു, പിന്നെ ദൈവിക ഉടമ്പടിയിൽ ഒന്നിലും കുഞ്ഞുങ്ങളെ ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. ഹോൾ ബൈബിളിന്റെ പിക്ചർ എടുത്തു വന്നാലേ വിശുദ്ധ പത്രോസിനോട് പറയുമ്പോൾ കർത്താവ് എടുത്തു പറയുന്നു, ഈ വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും ബാധകമാണ്. അപ്പൊ ഈ 7 പോയിന്റ് എടുത്തു വന്നാലേ ഈ ആശയം നമുക്ക് മനസ്സിലാവില്ല. ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ട്വിസ്റ്റ് ഉണ്ടാക്കിയാൽ, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മർക്കോസ് വിശേഷം 16:16 എന്താണ്, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പൊ അവിടെ തന്നെ അത് കോൺട്രഡിക്ടറി ആണ്. കാരണം രക്ഷിക്കപ്പെടാൻ വേണ്ടി സ്നാനം എന്ന് ഹൃദയം കൊണ്ട് അത് പറയുന്നവര് പറയുന്നില്ല. മനസ്സിലായി? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. പക്ഷെ ഇവിടെ മർക്കോസ് 16:16 പറയുന്നത് സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെടുമെന്നാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പൊ ഇവിടെയാണ് ഒരു സോളാ സ്ക്രിപ്ചറ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം. അത് നമ്മളല്ലാതെ സോളാ സ്ക്രിപ്ചറ എന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ചോദിക്കും സോള എന്നതാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ നിൽക്കുന്ന 5 പില്ലേഴ്സിലാണ്, 5 തൂണുകളിലാണ്. അതിലൊന്നാണ് സോളാ സ്ക്രിപ്ചറ, അതായത് സ്ക്രിപ്ചർ അലോൺ. 5 സോളാസ്. സ്ക്രിപ്ചർ അലോൺ. അതുപോലെ തന്നെ സോളാ ഫേഡിയ, സോളാ ഗ്രേഷ്യ, അങ്ങനെ 5 പില്ലേഴ്സ് ഉണ്ട്. അതെന്തെങ്കിലും സമയം കിട്ടുമ്പോൾ 500 അപ്പം സോളാ ഫേഡിയ ആൻഡ് സോളാ ഗ്ലോറിയ ഉണ്ട്. 5 പില്ലേഴ്സ് ഉണ്ട്. അപ്പം അതിൽ ഒരു പില്ലറാണ് പ്രൊട്ടസ്റ്റന്റ് ഉപദേശം നിൽക്കുന്ന, പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പെന്തക്കോസ്റ്റ് ഉപദേശം നിലനിൽക്കുന്ന 5 പില്ലറിൽ ഒരു പില്ലറാണ് സോളാ സ്ക്രിപ്ചറ. അപ്പൊ ആ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന ആ വാക്യം എപ്പോഴും ഒരു വാക്യം എടുത്തുള്ള വ്യാഖ്യാനമല്ല, എൻറ്റയർ ബൈബിളിന്റെ പിക്ചറിലേക്ക് വരണം. ഫുൾ ബൈബിളിന്റെ, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് പിക്ചറിലേക്ക് വരണം. അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഈ ബൈബിളിൽ 66 പുസ്തകമായിട്ട് മാറ്റിയിട്ടാണ് ഇവർ സോളാ സ്ക്രിപ്ചറ കൊണ്ടുവന്നത്. അപ്പൊ സോളാ സ്ക്രിപ്ചറ വരുന്നതിന് മുമ്പ് ഈ 66 പുസ്തകം അല്ലായിരുന്നു ബൈബിളിൽ ഉണ്ടായിരുന്നു. ഈവൻ യേശു കർത്താവ് വായിച്ച ബൈബിള് പോലും 39 പുസ്തകം അല്ലായിരുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കൂടുതൽ ബുക്സ് ഉണ്ടായിരുന്നു. സെപ്റ്റിജിന്റെ വായിച്ചേ, അതിനകത്ത് കൂടുതൽ പുസ്തകം. അപ്പൊ നമ്മൾ അത് വേറെ ദിവസം എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ വരുമ്പോൾ അത് പാലസ്തീനിയൻ കാനോനികവും അലക്സാണ്ട്രിയൻ കാനോനികവും അത്രയേ ഉള്ളൂ വ്യത്യാസം. പ്രൊട്ടസ്റ്റന്റുകാർ ഫോളോ ചെയ്യുന്നത് പാലസ്തീനിയൻ കാനോനിയും, മറ്റൊരു അലക്സാണ്ട്രിയൻ കാനോനിയും. നമ്മൾ അതിനെ ജാമിയ കൗൺസിലും. ഇന്ന് നമുക്ക് ഹിസ്റ്ററി പറയാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഹിസ്റ്ററി പറയാൻ അനുവാദമില്ല. ഓക്കെ. അപ്പം പ്രവൃത്തി. അപ്പൊ ഇവിടെയാണ് ഈ എനിക്കുണ്ടായ പ്രശ്നം, ഇപ്പൊ ഞങ്ങൾക്കുണ്ടായ പ്രശ്നം ഈ ഒരു വിഷയത്തില്. അപ്പം ഇത് വേറൊരു അപ്പൊ ആ വീഡിയോ കേട്ടപ്പോ അതിന്റെ അകത്ത് തോന്നിയ വേറൊരു വാക്കാണ്, ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ള ഒരു ആരോപണം. അത് നമ്മളെ റിലേറ്റ് ചെയ്തല്ല പറഞ്ഞെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ ഇത് ശിവശാൻ ഒരു ചീപ്പ് പബ്ലിസിറ്റിയുടെ ലക്ഷ്യമുണ്ടോ? എനിക്ക് ഒരു പബ്ലിസിറ്റിയുടെ ലക്ഷ്യമില്ല. കാരണം എന്നെ പ്രേരിപ്പിച്ചതിന്റെ കാരണം ഈ ചർച്ച എന്ന് പറയുന്നത് യേശുക്രിസ്തു സ്ഥാപിച്ചതാണ്. അപ്പം ആ സഭയിലേക്ക് നമ്മൾ നോക്കുക. ഈ നമ്മളെ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ ആ ദാസന്മാരും ദാസിമാരും നീതീകരിക്കപ്പെട്ടു. അപ്പൊ നമുക്കുള്ള ചർച്ചിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരും അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ഫെയ്ത്ത് ഉണ്ട്, ഡോക്ട്രിൻ ഉണ്ട്. ആ ഡോക്ട്രിനെ വിട്ട്, ആ ചർച്ചിന്റെ ആ ഫെലോഷിപ്പ് വിട്ട് നമ്മൾ സ്വയം സഭാഗാത്രത്തിൽ നിന്ന് നമ്മളെ തന്നെ വേർപെടുത്തി. അതൊരു സീരിയസ് ക്രൈമാണ്. സീരിയസ് ക്രൈമായിട്ട് തന്നെ ഞാൻ കാണും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഒഫൻസ്. അപ്പൊ ഇവിടെ അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നില്ല റെഗുലർ പ്രേക്ഷകരാരും. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും പബ്ലിസിറ്റി ഇല്ലാത്തതിന്റെയോ അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ട് ഇല്ലാത്തതിന്റെയോ ഫേസ്ബുക്ക് ലൈക്കിന്റെയോ ഒന്നുമല്ല. ഈ മേഖലയിലൂടെ എല്ലാം കടന്നുപോയി ഈ പറയുന്ന മാർഗത്തിന്റെ എക്സ്ട്രീം കണ്ടും കേട്ടും പരിശീലിച്ച് ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉറച്ചു നിൽക്കണം. അയ്യോ, ഞാന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരൂടെ വ്യക്തമായി പറയേണ്ടിയിരിക്കും. എന്തെങ്കിലും ഒരു സത്യം ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇതിനകത്ത് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് വലിയ വില കൊടുത്ത് തന്നെ നാടിനെയും നാട്ടാരെയും ചുറ്റുപാടിനെയും വളർന്ന പശ്ചാത്തലത്തെ എല്ലാം വിട്ട് ഈ മാർഗത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാണ്. ആയുസിന്റെ നല്ലൊരു ഭാഗം, അത് പറയുന്നതിൽ ഒട്ടും ലജ്ജയില്ല, നല്ലൊരു ഭാഗം ഇതിനു വേണ്ടി തന്നെ വാദിച്ചതാണ്, ഇതിനു വേണ്ടി തന്നെ നിന്നതാണ്.
പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നു സത്യം ഇതിനും അപ്പുറത്താണ്. അപ്പം ആ സത്യാന്വേഷണത്തിന്റെ പാതയിൽ മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളായാലും നമുക്ക് മിത്രങ്ങൾ മാത്രമാണ്. ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിയുടെ ഒരു സ്റ്റണ്ട് ഇതിനകത്തില്ല. കാരണം ഇതിലും വലിയ പബ്ലിസിറ്റി കിട്ടുന്നിടത്തുനിന്നാണ് ഈ കുറഞ്ഞ പബ്ലിസിറ്റിയിലോട്ട് ഞങ്ങൾ മാറിയത്. കാരണം അവിടെ വ്യക്തിപൂജയുണ്ട്, ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞാൽ പോയി തല്ലാൻ തയ്യാറായവരുണ്ട്. നമ്മൾ ഇന്ത്യയിലല്ല ലോകത്തെവിടെയും സഭ സ്ഥാപിക്കാൻ ഇന്ന് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥിതിയിൽ നിന്നാണ് ഈ സത്യം പറയുന്നു എന്ന കാരണത്താൽ പലർക്കും ശത്രുക്കളായി മാറുന്നത്. ഇപ്പം ഞങ്ങൾ ഈ കാര്യം പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ട്രിനിറ്റേറിയൻ റെവലേഷന്റെ ക്ലാസ് തുടങ്ങി, ഈ ട്രിനിറ്റി പഠിപ്പിക്കാൻ തുടങ്ങി. ആ ട്രിനിറ്റി പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞ് മാത്രം ഈ ഇൻഡിപെൻഡന്റ് ചർച്ചുകളായിട്ടും ഒക്കെ അറൌണ്ട് ഫ്രം ദ വേൾഡ് എനിക്ക് ഒരു മോർ ദാൻ 500 സഭകള് ചുമതലക്കാര് എന്റെ കൂടെ കൂടാ. അപ്പൊ ഞാൻ ഓർഗനൈസേഷൻ ഇല്ല, ചർച്ച് നടത്തുന്നില്ല. അപ്പം നമ്മളൊരു എഫോർട്ട് എടുത്താല് കാരണം ഈ ട്രിനിറ്റേറിയൻ റെവലേഷനെ ബേസ് ചെയ്ത് ധാരാളം സഭകൾ സംഘടിപ്പിച്ച ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ ഒരു പാടുമില്ലായിരുന്നു. ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ 8-10 വർഷമായിട്ട് നമ്മൾ ടെലിവിഷനിൽ സെക്യുലർ ടിവിയിൽ ഡെയിലി ടോക്ക് നടത്തുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പട്ടണത്തിലും ഏത് രാജ്യത്തും ഏത് സ്ഥലത്തും ഫോളോവേഴ്സ് ഉണ്ട്. അവരെല്ലാവരോടും വിളിച്ചു കൂട്ടി തട്ടിക്കൂട്ടി ഒരു കുഞ്ഞുമോന്റെ സഭ, ബേബിയുടെ സഭ പോലെ ഒരു സഭ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അറ്റ് ഓൾ. കേരളത്തിൽ എവിടെയും ഏത് തലസ്ഥാന നഗരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഏത് സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതൊന്നും അല്ല ഇതിന്റെ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനോ ഒക്കെ ആണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ അത് ചെയ്താൽ മതിയായിരുന്നു. അതൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും പേഴ്സണൽ നേട്ടം നോക്കുന്നില്ല. കാരണം ഈ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള അത് ഹെസക്കിയ എന്ന രാജാവിനോട് പറഞ്ഞു, നീ മരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് 15 വർഷം ആയുസ് നീട്ടിയോ ദൈവം പറയുന്നുണ്ട്, നിനക്ക് മനസ്സേന്ന് പറഞ്ഞൊരു മകൻ ഉണ്ടാവും, അവൻ ഭയങ്കര വഷളത്തെ പ്രവർത്തിക്കും, ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിക്കും. എല്ലാം കേട്ടോ ഹെസക്കിയ പറയാ, എന്റെ ആയുസ് കുഴപ്പമൊന്നുമില്ല, അത് മതിയെന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഹെസക്കിയ സിൻഡ്രോമാണ്. എനിക്ക് നേട്ടം. അപ്പം ഇതിപ്പം ഈ ലൈവ് പ്രശ്നമാകും. ആർക്കാന്ന് ചോദിച്ചാല് സ്നാനം ആണ് പ്രശ്നം, സ്നാനം നിങ്ങളുടെ തെറ്റാണെന്ന് പറഞ്ഞ് അവരെ വിശ്വസിച്ച് നിന്നിരുന്ന സഭയിൽ നിന്ന് ഇറക്കി ഏതെങ്കിലും ട്രസ്റ്റുകളിൽ ഓർഗാനിസത്തിൽ നിന്ന് വിടുവിച്ച ഓർഗനൈസേഷനുകളിൽ അംഗമാക്കി കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡോക്ട്രിനൽ ട്വിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് കേൾക്കുമ്പം ഞങ്ങളുടെ ശത്രുക്കളായി മാറും. പക്ഷെ നിഷ്പക്ഷമതികളായ 500-ലധികം ആൾക്കാർ, 510-ലധികം ആൾക്കാർ ഈ സമയത്ത് ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. നിങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുകയാണ്. നമ്മള് ഈ കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക് ചർച്ചിനെ സ്ട്രെങ്തൻ ചെയ്യണം. Whether it is Orthodox Church or Catholic Church, that is the historic church. Both churches are in communion. ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന ഒരു കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്ന് എന്റെ മാതാപിതാക്കളുടെ കാലത്ത് പെന്തക്കോസ് അനുഭവത്തിലേക്ക് പോയി, സിസ്റ്റമാറ്റിക് ആയിട്ട് പെന്തക്കോസ്റ്റൽ തിയോളജി പോയി സെമിനാരിയിൽ ഞാൻ 4-6 വർഷം പോയി ഇത് മനസ്സിലാക്കിയത്. എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ ഉറച്ചു നിന്ന കൂട്ടത്തില്ല. പക്ഷെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇന്ന് പേഴ്സണലി എന്നോട് കുറെ പേര് പറഞ്ഞു, ബ്രദറെ ഇത് എന്താണ് ഞങ്ങൾക്കിത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പൊ ഞാൻ പറയാ, അത് സഹോദരങ്ങളെ ലക്ഷ്യം ആണ് ഇവിടെ നമ്മൾ അറിയേണ്ടത്. മാർഗവും ലക്ഷ്യവും ഇതിനകത്ത് വ്യക്തമാണ്. 1 രൂപയുടെ ഗുണം ഇതിനു മുമ്പിൽ കണ്ടിട്ടല്ല. നിങ്ങൾ പലരും ശത്രുക്കളാവുമെന്നും മുന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിഷയം പറയുന്നത്. റെസ്റ്റോറിംഗ് ദി ഒറിജിനൽ ഫെയ്ത്ത് ഓഫ് ദി ക്രിസ്ത്യൻ ചർച്ച്. അത് മാത്രമാണ്. എനിക്ക് ഒരുപാട് നഷ്ടമുണ്ട്, ഒരുപാട് കഷ്ടമുണ്ട് പേഴ്സണലി. ഇപ്പൊ തന്നെ പല ആളുകൾക്കും ഫേസ്ബുക്കിൽ നമ്മുടെ ക്ലോസ് അസോസിയേറ്റ് ചെയ്തിരുന്ന പോലും ആളുകൾ ചീത്ത വിളിച്ച് പോസ്റ്റ് ഇടുന്നു. അല്ല, അത് ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടമാണ്. അതിപ്പം അത് സാരമില്ല. അതിപ്പം സാരമുണ്ടെന്നല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗെയിൻ അല്ല, ജസ്റ്റ് ടെല്ലിങ് എ ട്രൂത്ത്. ഇതൊരു സത്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഒരു ഫാക്ട് ഉണ്ട്. അതായത് ഒരു വാക്യത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇന്ന് വൈകുന്നേരത്തെ ഒരു ഇത് പാപമോചനം എന്ന് പറയുന്ന വിഷയം നമ്മളൊന്ന് പഠിക്കാന്നിരിക്കട്ടെ. പാപമോചനം, കുംഭസാരവും പാപമോചനമോ അല്ലെ ഫൊർഗിവ്നെസ് ഓഫ് സിന്നോ റെമിഷൻ ഓഫ് സിന്നോ വട്ട് എവർ ഇറ്റ് മേ ബി ദ ടോപ്പിക്. അതിപ്പം പാപമോചനം എന്ന് പറയുന്ന വിഷയം നമ്മൾ പഠിക്കുകയാണ്. പാപമോചനത്തെ ബന്ധപ്പെടുത്തി തന്നെ 11 ഡോക്ട്രിനുകൾ വേണമെങ്കിൽ ബൈബിളില് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ അത് പറയാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:4 നമ്മളോട് വചനം പറയുന്നു, യേശുവിൽ നമുക്ക് പാപമോചനം ഉണ്ട്. അവിടെ ഏറ്റുപറയണം പാപം എന്ന് പറഞ്ഞിട്ടില്ല, അന്യോന്യം ഏറ്റുപറയണം. ശിവചാൻ എന്ന് പറഞ്ഞോട്ടെ ഇത്.
കൊളോസ്യർ 1:4 പറയുന്നു യേശുവിൽ നമുക്ക് പാപമോചനമുണ്ട്, അവിടെ വിശ്വാസത്താൽ പാപമോചനമില്ല. അപ്പൊ ഈ ഒരു വാക്യം വെച്ച് നമ്മൾ ഒരു ഡോക്ടറിനെ ഉണ്ടാക്കുക. ഇനി അപ്പോസ്തലപ്രവൃത്തി 10:43 നോക്കിക്കാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10:43 വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പാപമോചനമുണ്ട്. അപ്പം യേശുവിൽ പാപമോചനമുണ്ട് എന്ന ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തത് വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. യാക്കോബിന്റെ ലേഖനം 5:16 നമ്മൾ വരുമ്പോൾ പറയാണ് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും, എന്നാൽ അവിടെ പാപമോചനം രോഗസൗഖ്യം ഉണ്ടാകുമെന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം 5:16. അതുപോലെ തന്നെ 1 യോഹന്നാൻ 1:9 പറയുന്നു ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന. അപ്പം യാക്കോബിന്റെ ലേഖനത്തിൽ തമ്മിലാണെങ്കിൽ യോഹന്നാന്റെ ലേഖനത്തില് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന. ഇനി ഇതൊന്നും ഇല്ലാതെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു നിങ്ങൾ ആരുടെ പാപം യോഹന്നാന്റെ സുവിശേഷം 20:23 നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അവ മോചിക്കപ്പെട്ടിരിക്കും. അപ്പൊ ആ വാക്യം പറയാൻ വേണ്ടി നമ്മൾ മടിക്കണ്ട. യേശു പാപമോചനത്തിനുള്ള അധികാരം അപ്പോസ്തോലിക സ്ലീഹന്മാർക്ക് നൽകി എന്ന് പറയുന്നതിലൂടെ ഇടിഞ്ഞു വീഴുന്നതാണ് എന്റെ തിയോളജി എങ്കിൽ ആ തിയോളജി എടുത്ത് തോട്ടിലിടേണ്ട സമയം കഴിഞ്ഞു. അതായത് പിന്നെ സ്ക്രിപ്ചറിലെ ഒരു സ്ക്രിപ്ചറിനെയും ഭയപ്പെടാത്ത ഒരു ദൈവശാസ്ത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു സ്ക്രിപ്ചറിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഏറ്റവും പ്രശ്നം വരുന്ന ഒരു സ്ക്രിപ്ചറാണ്, കാരണം നമ്മൾ അതിന്റെ അകത്തായിരുന്നു നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 20:20 യോഹന്നാൻ 20:23 ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ, ഹോളി സ്പിരിറ്റ് ആണ്, ഹോളി സ്പിരിറ്റിനെ പ്രാപിച്ചോളാൻ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നോ അവ മോചിക്കപ്പെട്ടിരിക്കും. അപ്പൊ പാപമോചനത്തിനുള്ള അധികാരം മനുഷ്യപുത്രനുണ്ടായിരുന്നു, മനുഷ്യപുത്രന്മാർക്ക് ദൈവം കൊടുക്കുന്നു. സ്ലീഹന്മാർക്ക് പാപമോചനത്തിനുള്ള അധികാരം കൊടുക്കുന്നു, സ്ലീഹന്മാർ പാപങ്ങളെ മോചിക്കുന്നു. ഇനി ഇത് മത്തായി സുവിശേഷത്തില് വിശുദ്ധ പത്രോസ്ലീഹയോട് പറയുന്നു നീ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കും. അപ്പൊ ബൗണ്ട് ചെയ്യാനും ലൂസ് ചെയ്യാനുമുള്ള അധികാരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:28 വിശദീകരിക്കും പറയുന്നു പാപമോചനത്തിന്റെ. അപ്പൊ ഈ 9 വാക്യങ്ങൾ എടുത്താൽ 9 തരത്തിൽ പാപമോചനത്തിന്റെ വിശദീകരണമുണ്ട്. അപ്പൊ ഒരു വാക്യത്തിൽ നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന, ഉപസംഹാരത്തിൽ എത്താൻ പറ്റുന്ന ഒരു വിഷയമല്ല പാപമോചനം. അതിനകത്ത് അങ്ങനെ ഈ പാപമോചനത്തെ പറ്റി പറയുമ്പം, അതായത് നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നോ ആ പാപം മോചിക്കപ്പെട്ടിരിക്കും എന്ന് യേശു പത്രോസിനൊക്കെ പറഞ്ഞ്, അപ്പൊ അത് പറയുമ്പോ അതൊക്കെ ചുമ്മാ പറയുന്ന എന്നിട്ട് പറയും അതൊന്നും ശരിയാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ സോളാ സ്ക്രിപ്ചറെ ആണോ എന്ന് പറയണം. അത് ദൈവം ഇല്ലെന്ന് പറയുന്നതിന് തുല്യമാണ്. സോളാ സ്ക്രിപ്ചർ ആണെങ്കിൽ ഏറ്റവും ആദ്യം വരേണ്ടത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. കാരണം അത് ബൈബിളിൽ ഈവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ബൈബിൾ ഫോളോ ചെയ്യുന്നവർ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള. ഈവണ്ണം പ്രാർത്ഥിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തില, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് ഇതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ചൊല്ലേണ്ടത് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഇല്ല. അപ്പോൾ തന്നെ ഞങ്ങൾ ബൈബിളാണ് ഫോളോ ചെയ്യുന്നത്. ഡിവൈഡ് ദ സ്ക്രിപ്ചർ റൈറ്റ് മാനർ, എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസീയമാണ്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാത്ത ഒരു സംഘടനയും ഒരു സമൂഹവും ക്രിസ്ത്യൻ ചർച്ച് അല്ല. കാരണം അല്ല, ബൈബിൾ ബേസ്ഡ് അല്ല, ബൈബിൾ ബേസ്ഡ് അല്ല. ലൂക്കോസ് സുവിശേഷം 11 എക്സ്പ്ലിസിറ്റ് ആയിട്ട് യേശു പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. എല്ലാവരും മത്തായി അത് വായിക്കുന്നത്, അതുകൊണ്ടാണ് ലൂക്കോസിൽ നിന്ന് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. റെഫറൻസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു, ലൂക്കോസിന്റെ 11 അല്ലേ? 11. ഞാൻ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. സംശയം സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. 11:2 അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. നാമം ചൊല്ലണം. അതെ എന്താ ചൊല്ലാത്ത ചൊല്ലേണ്ടിയത്. അപ്പം ഇത് എന്താന്ന് ചോദിച്ചാല് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. ഐ വാസ് മിസ്റ്റേക്കൺ. ഞാൻ പഠിച്ച ദൈവശാസ്ത്രത്തിനകത്ത് ഒരു വാക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നു. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ അതിൽ സ്വാധീനിച്ചിട്ടുള്ള എല്ലാവരോടും നിരുപാധികമായിട്ട് നിങ്ങളുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്കത് പൊതുവെ പറയുന്നതിൽ ഒരു മടിയില്ല. കാരണം അതല്ല സത്യമെന്നും കൂടെ നിങ്ങളെ നയിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറയും വേറൊരു ചോദ്യം അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ അന്ന് ചെയ്തപ്പോ പരിശുദ്ധാത്മാവല്ലായിരുന്നോ? അന്ന് പ്രസംഗിച്ചോ പരിശുദ്ധാത്മാവല്ലായിരുന്നോ?
അതിപ്പോ നിങ്ങൾ പറയണം. അപ്പൊ എനിക്ക് പല ആളുകൾ പറയാണ്, അപ്പൊ പണ്ട് ഞാൻ പല പ്രസംഗം നടത്തി, അതെല്ലാം പരിശുദ്ധാത്മാവല്ലായിരുന്നു എന്ന് ഇപ്പൊ പറയണം. അല്ല, ഈ പ്രശ്നം അപ്പോസ്തലിക സ്ലീഹന്മാരുടെ പ്രശ്നമാണ്. പത്രോസ് സ്ലീഹ ആദ്യം പ്രസംഗിച്ചു എന്താണ്? യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ, ജാതികൾക്ക് രക്ഷയില്ല. അത് പരിശുദ്ധാത്മാവിനല്ലായിരുന്നോ? പരിശുദ്ധാത്മാവിന്റെ അഡ്രസ്സ് തന്നെ നമ്മെ അറിയിച്ചത് വിശുദ്ധ പത്രോസ് സ്ലീഹയാണ്. ആ വിശുദ്ധ പത്രോസ് സ്ലീഹ ആദ്യം പ്രസംഗിച്ചത് യഹൂദന് മാത്രമേ രക്ഷയുള്ളെന്നാണ്. എന്നാൽ അതേ പത്രോസ് സ്ലീഹ 15-ാം അധ്യായത്തിൽ വന്നപ്പോ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ചിന്തിച്ച പോലല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അറിയുന്നു. അതപ്പം പ്രോഗ്രസീവ് ഓഫ് റെവലേഷനാ, അല്ലാതെ പരിശുദ്ധാത്മാവില്ലാത്തതല്ല, വെളിപ്പാടിന്റെ വളർച്ചയാണ്. ആദ്യം പറഞ്ഞ പത്രോസിന് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞപ്പോ പത്രോസ്ലിയെ പിന്മാറ്റത്തിൽ പോയി. അതല്ല അതിന്റെ അർത്ഥം. അതിനകത്ത് ഇപ്പം ഈ നമ്മളെ മരുഭൂമിയിലോട്ട് കൊണ്ടുപോവാണ്. മരുഭൂമിയിലോട്ട് ഇപ്പൊ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലോട്ട് നടത്തി. അത് കഴിഞ്ഞ് പറയാം, അവൻ ആത്മാവിന്റെ വലിയ ശക്തിയോടെ തിരിച്ചു വന്നു. അപ്പൊ അങ്ങോട്ട് പോയതാണോ ആത്മാവ്, ഇങ്ങോട്ട് വന്നതാണോ ആത്മാവ്? അപ്പൊ അതൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ പർപ്പസ് അതിന്റെ അൾട്ടിമേറ്റ് ലെവലിൽ വരുമ്പം അത് പൂർണ്ണതയിലെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതെ അതെ അതെ. ഇത് വളരെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഏത് ജാതിയില് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തില് കൊർന്നല്യോസിന്റെ വീട്ടിൽ ആദ്യത്തെ ജാതിയൻ സഭയിലേക്ക് വരികയാണ്. അപ്പൊ അന്യജാതിക്കാരന്റെ അടുത്ത് പോകരുത്, പോകുന്നത് അയിത്തമാണെന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത പത്രോസ് ലീഹ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഉപദേശം മാറ്റുകയാണ്. അപ്പം നിലനിൽപ്പില്ലാത്തവൻ, പിന്നെന്താ അതിനൊരു വാക്കുകൂടെ പറയൂലോ, എന്തൊക്കെയാ അതിന് പറയുന്ന വാക്കുകൾ? നിലനിൽപ്പില്ലാത്തവൻ, ആഴ്ച ഉപദേശം മാറുന്നവൻ. ആദ്യം വിളിക്കേണ്ടത് സഭയുടെ പ്രഥമ അപ്പോസ്തലൻ, പ്രധാനിയായ വിശുദ്ധ പത്രോസ് ലീഹയാണ്. കാരണം ഉപദേശത്തിൽ ഒരു നിലനിൽപ്പും ഇല്ല. ആടെ മാറ്റി പറയുന്നു. ആദ്യം പറഞ്ഞ കാര്യം തന്നെ മാറ്റി പറയുന്നു. അന്യജാതിക്കാരന്റെ അടുക്ക് ചെല്ലുകയോ അവനോട് യഹൂദനെ നിക്ഷിപ്തം എന്ന് നിങ്ങൾ അറിയുന്നല്ലോ, എങ്കിലും ഒരു മനുഷ്യനെയോ മലിനമോ അശുദ്ധമോ ആയി പറയരുതെന്ന് ദൈവം എനിക്ക് ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നു. അപ്പൊ അവിടെയാണ് ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് പത്രോസ് ലീഹ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു. അവിടെയായിട്ട് ചില ആളുകൾക്ക് ഈ ഒരു ഭയങ്കര ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ട്. അതായത് കുഞ്ഞുങ്ങളെ സഭയുടെ കമ്മ്യൂണിയനിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ശരിയല്ല. കുഞ്ഞുങ്ങള് ഈ സഭയുടെ ഭാഗമാണ്. കാരണം പഴയ നിയമത്തെക്കാൾ ബെറ്റർ കവനന്റ് ആണ്. പഴയ നിയമത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന രീതിയിൽ 8-ാം ദിവസം തന്നെ ഈ കവനന്റിന്റെ അടിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കണം എന്ന് ദൈവം നിഷ്കർഷിക്കാണ്, വ്യക്തമായി കൽപ്പന കൊടുക്കുകയാണ്. അപ്പൊ ആ കൽപ്പനയുടെ ബോധം ഉള്ളിലുള്ള ആളുകള് അവരെ ഒരിക്കലും കുഞ്ഞുങ്ങളെ മാമോദിസ കഴിക്കാൻ താമസിച്ചില്ല. കാരണം മാമോദിസ എന്നാൽ കൊലാസ്യലേഖനം 2-ൽ നമ്മൾ വായിക്കുന്നു, അത് പരിച്ഛേദനയോട് ചേർത്ത് എഴുതിയിട്ട് പറയാണ്, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന സ്നാനത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മാമോദിസ കൊടുക്കാൻ ഒട്ടും വൈകത്തില്ല. കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുത്തു. അപ്പൊ അതിൽ നിന്ന് ദുർമനസാക്ഷി എന്ന് പറഞ്ഞ സാധനം, അതായത് ഇത് കൊടുക്കാത്ത ആളുകൾക്ക് ഒരു സാധനം വരും, ഗിൽറ്റ് കോൺഷ്യസ് അല്ലെങ്കിൽ ദുർമനസാക്ഷി. ഈ ദുർമനസാക്ഷി വരുന്ന ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ശിശു പ്രതിഷ്ഠ. അതൊന്ന് അഡ്രസ് ചെയ്താട്ടെ സയ്യിദ് ബ്രദർ. ശിശു പ്രതിഷ്ഠ. അത് ഇതിന്റെ അകത്ത് മാത്രം ഞാൻ കേട്ടിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ടീച്ചിങ് മാത്രം കേട്ടിട്ടുള്ള ഒരു സംഭവം ശിശുപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ കുഞ്ഞുമായിട്ട് ശുശ്രൂഷകന്റെ അടുക്കൽ വന്ന് ആ മാതാപിതാക്കളെയും അനുഗ്രഹിക്കുന്നു, കുഞ്ഞിനെയും അനുഗ്രഹിക്കുന്നു, കുഞ്ഞിനെ കയ്യിലെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാനും ഒത്തിരി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ രീതി അറിയാം. കുഞ്ഞിനെ കയ്യിലെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് കുഞ്ഞിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി കൃപയാല് മാതാപിതാക്കളെ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനോടുള്ള പ്രവചനങ്ങള്, ഈ കുഞ്ഞിനോടുള്ള അനുഗ്രഹത്തിന്റെ വാക്കുകള്, വാഗ്ദത്തങ്ങള്, വചസ്സുകള്, വാക്യങ്ങള് എല്ലാം വിശദീകരിക്കുന്നു. അപ്പം ശിശുസ്നാനത്തിന്റെ ഒരു ദുർമനസാക്ഷിയുടെ നീക്കലാണ് ഈ ശിശുപ്രതിഷ്ഠയിലൂടെ. കാരണം ശിശുപ്രതിഷ്ഠയ്ക്ക് എവിടെയാ പുതിയ നിയമത്തിൽ വാക്യം? കാരണം അകത്തറിയാം ഇത് തെറ്റാണ്. ശിശുക്കള് ദൈവിക ഉടമ്പടിയിൽ വരണമെന്ന് ശിവശാൻ കേൾക്കാമോ ഞാൻ പറയുന്നത്? ശിശുക്കൾ ദൈവിക ഉടമ്പടിയിൽ വരണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ ശിശുവിനെ ഉണ്ടായ പാടെ ചോരക്കുഞ്ഞിനെ ആയിട്ട് അല്ലെങ്കിൽ അമ്മയെ വരാൻ തുടങ്ങും. 90 ദിവസവും 60 ദിവസവും ഒക്കെ പ്രായമാകുമ്പം എന്ത് ചെയ്യുന്നു? ഈ ശിശുവായിട്ട് വരുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കാരണം അത് എത്രയോ ശ്രേഷ്ഠമായ പാരമ്പര്യമാണ്. അതാണ് സഭ. അത് ആ ഇസ്രായേലിന്റെ പാരമ്പര്യമാണ്. കാരണം ഇസ്രായേൽ എന്ന ആ നാട്ടൊലിവോടാണ്
കാട്ടൊലിവായ നമ്മളെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഒട്ടിച്ചു ചേർക്കപ്പെട്ട നാട്ടൊലിവിന്റെ കൊമ്പുകളുടെ വേരുകൾ ഇസ്രായേലിന്റെ വേരാണ്, ആ നാട്ടൊലിവിന്റെ വേരാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് പല പാരമ്പര്യങ്ങളും നമ്മുടെ ഈ ചർച്ചിൽ വന്നിരിക്കുന്നത്. ജൂയിഷ് ബാക്ക്ഡ്രോപ്പിലാണ് ചർച്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പള്ളികളെ പറ്റിയും ആരാധനയെ പറ്റിയും ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും. നമ്മൾ അടുത്ത ദിവസം പൗരോഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ, പൗരോഹിത്യമൊക്കെ വരുമ്പോഴേക്കും. അപ്പൊ ഇന്ന് 556 പേര് ഇപ്പോൾ ലൈവില്, ഫേസ്ബുക്ക് ലൈവിലൂടെ പങ്കാളിയാകുന്നു. ഇന്ന് യൂട്യൂബിലൂടെയും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ ലോകം മുഴുവനുണ്ട്. ഇത് ഒരു വാക്യം വെച്ചുണ്ടാക്കുന്ന ട്വിസ്റ്റ് അല്ല. യു ക്യാൻ 100% ട്രസ്റ്റ്. ഇതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് എത്ര അപമാനിക്കപ്പെട്ടാലും, എത്ര പീഡിപ്പിക്കപ്പെട്ടാലും, എത്ര ടോർച്ചർ ചെയ്യപ്പെട്ടാലും, എത്ര ട്രോൾ വന്നാലും. അപ്പം ബോൾഡ്രിൻ ബ്രദർ എന്റെ അകത്ത് എഴുതിയ ഒരു കമന്റ്, പെന്തക്കോസ്ത് ഒരു വിമത പ്രസ്ഥാനമായതിനാൽ മാമോയിസയ്ക്ക് പകരം ശിശുപ്രതിഷ്ഠ നടത്തും. ബോൾഡ്രിൻ ബ്രദർ ഇതിന്റെ അതൊരു കമന്റ് എഴുതിയിരിക്കുന്നു. ഓക്കെ, അല്ല, ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു കാര്യമല്ല പറയുന്നത്. അപ്പം അതപ്പം വ്യക്തമാണ്, അവിടെ ശിശുവിനും കവനന്റ് വേണം എന്നുള്ളത് ആ കുടുംബത്തിലുള്ളവർക്ക് അറിയാം. അഡൽസ് ഒൺലി ചർച്ച് അല്ലെന്നും ശിശുവിനും കവനന്റ് വേണമെന്നുള്ളതും അറിയാം. ഓക്കെ, ഇപ്പം വിശ്വാസത്താലാണെന്ന് പറയുന്ന ബൈബിളിൽ തന്നെ പ്രവൃത്തിയാലാണെന്നും പറയുന്നു. അപ്പൊ ആ പ്രവൃത്തി ഏത് പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞാല്, റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളില് വർക്കിനനുസരിച്ച് റിവാർഡ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആ വർക്ക് എന്ന് പറയുന്നത് സാൽവേഷൻ ത്രൂ വർക്ക് അല്ല, സേവ്ഡിന്റെ വർക്കാണ്. ഇതിനകത്ത് ആ ഫെയ്ത്തും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ഫെയ്ത്ത് ആരുടെ ഫെയ്ത്ത് ആണ്? അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ബൈബിളില് ഫെയ്ത്ത് ഓഫ് ജീസസും ഉണ്ട്, ഫെയ്ത്ത് ഇൻ ജീസസും ഉണ്ട്. അപ്പൊ അത് ഈ ഗലാത്യ ലേഖനവും ഈ റോമാലേഖനവും പഠിക്കുമ്പോൾ വരുന്ന കൺഫ്യൂഷനാണ്. അതെ 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 അതെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും വന്നിട്ട് ഇപ്പൊ തന്നെ ഈ പറഞ്ഞ തിയോളജി, ഈ പറഞ്ഞ ഡോക്ട്രിനും, ഈ പറഞ്ഞ എസ്കറ്റോളജി, എക്ലീസിയോളജി, ഹാമാസിയോളജി, സോറ്റീരിയോളജി, ഇതൊന്നും ഈ സാധാരണ അൽമായർക്ക് പഠിക്കാനോ അതിനുള്ള സമയം അതൊന്നും അവരുടെ ലൈഫിൽ പഠിച്ചു തരുത്തുമില്ല. അപ്പൊ ഇതിലെല്ലാം കൃത്യമായി പഠിച്ചിട്ടാണ് ഒരാൾക്ക് രക്ഷ വരുന്നെന്ന് പറഞ്ഞാൽ അത് പരമ അബദ്ധമാണ്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? അവരുടെ ആ പിതാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അതിനാണ് ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ അത് എബ്രായലേഖനം 12-ലാണ്. ഈ സാക്ഷികളുടെ ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് നിൽക്കുമ്പോൾ ആ ക്ലൗഡ് ഓഫ് വിറ്റ്നസിനോട് ചേർന്ന് നമ്മൾ നിൽക്കുക. അതാണ് സഭയുടെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ സഭയിൽ ചേർന്ന് നിൽക്കുകയാണ്. അത് നമ്മൾ ഈ കൊരിന്ത്യലേഖനം 7-ാം അധ്യായം 14-ാം വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 7:14. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടും. സാങ്ക്ടിഫൈ. ഈ സാങ്ക്ടിഫൈങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സെറ്റ് അപ്പാർട്ട് ആണ്. സെറ്റ് അപ്പാർട്ട് ഫ്രം സംതിങ് എന്ന് പറഞ്ഞാൽ ദേ ബിലോങ് ടു ദ സ്പെഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവര് ഈ ചർച്ചിലാണ് എന്നുള്ളതാണ് പൗലോസ് ഉദ്ദേശിച്ചത്. ദേ ബിലോങ് ടു ദ ചർച്ച്. അപ്പൊ ആ ചർച്ചിൽ അംഗമായിരിക്കുമ്പോ ആ ചർച്ചിന്റെ അപ്പോസ്തലിക് ഫെയ്ത്തിന്റെ അല്ലെങ്കിൽ ആ പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ ആ ബ്ലെസ്സിങ്, അതാണ് അഹ്റോന്റെ തലയിൽ നിന്ന് ആ തൈലം വീണ് കഴിഞ്ഞാൽ അത് അഹ്റോന്റെ തലയിൽ നിൽക്കുകയല്ല, അത് അവന്റെ താടി വഴി ഒഴുകി അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ ഈ അപ്പോസ്തലിക് ഫാദേഴ്സിൽ നിന്നുള്ള ആ ഫെയ്ത്തിലാണ് ചർച്ച് നിൽക്കുന്നത്. അല്ലാതെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ബിബ്ലിയോളജി, തിയോളജി, ക്രിസ്റ്റോളജി, ന്യൂമാറ്റോളജി, എക്ലീസിയോളജി, ഹമാസിയോളജി, സോറ്റീരിയോളജി, എസ്കറ്റോളജി, ഈ മുഴുവൻ ഓളജിയും പഠിച്ചിട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത് ഫെയ്ത്ത് അലോൺ എന്ന് പറയുമ്പോൾ തന്നെ വർക്ക് അലോൺ എന്നുള്ള ഫെയ്ത്ത് അലോണിലാൽ അല്ലെന്നും കൂടെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ചിന്തിച്ചേക്കരുത്, അയ്യോ ഇത് പ്രവൃത്തിയാലുള്ള രക്ഷയാണോ? ഒരിക്കലും അല്ല. അതാണ് അറിയേണ്ടത്. രക്ഷയ്ക്ക് വിശ്വാസമോ പ്രവൃത്തിയോ ആധാരമല്ല. രക്ഷ ദൈവത്തിന്റെ മഹാസ്നേഹത്താലും ദൈവത്തിന്റെ മഹാകൃപയാലുമാണ്. ദൈവത്തിന്റെ ദാനമാണ് അതിനകത്ത്. അപ്പൊ എന്റെ ഇൻവോൾവ്മെന്റ് ആണ് അതിൽ വിശ്വാസം എന്ന് പറയുന്നത്. എന്റെ ഇൻവോൾവ്മെന്റാ, ഞാനത് വിശ്വസിച്ച് എന്റേതാക്കി ഞാൻ അതിന്റെ പ്രിവിലേജിലേക്ക് കയറുന്നതാണ് ബൈ ബിലീവിങ് എന്ന് പറയുന്നത്. അപ്പം ആ ബിലീവിങ്ങിൽ പോലും സംഭവിക്കുന്നത്, ബിലീവ് ചെയ്യുമ്പോൾ അത് പൊട്ടി വീഴുവല്ല,
is already there 2018 years back. God has saved us through 2018, even before the foundation of the world. He has predestined us. നമ്മൾ ഈ 2018 വർഷം നോക്കുമ്പോൾ ലോകത്തെ ബ്ലസ് ചെയ്ത എത്രയോ ക്രൈസ്തവരുണ്ട്. ഈ ലോകത്തിന് അനുഗ്രഹമായി തീർന്ന ക്രൈസ്തവരുണ്ട്. അവർ ഏത് ചർച്ചിലോട്ടായിരുന്നു ബിലോങ് ചെയ്തിരുന്നത് നമ്മൾ ചിന്തിക്കണം. അല്ല, ഇവിടെ നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ ചർച്ചോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഇല്ല. നമ്മളിപ്പോ ഓപ്പൺ ട്രൂത്ത് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഓരോ തിരുവെഴുത്തുകളൊന്നും സ്വന്തമായ വ്യാഖ്യാനത്തിന് വേണ്ടിയുള്ളതല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യമാണ് ചെയ്തത്, നമ്മൾ സ്വന്തമായി വ്യാഖ്യാനിക്കായിരുന്നു. അപ്പം ഇവിടെ ഈ ചർച്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ഗ്രൂപ്പുകളിൽ കൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് നിരന്തരമായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ സ്ക്രീനിൽ ഞങ്ങൾ രണ്ടുപേരും വാട്സാപ്പ് നമ്പർ തരാം. എനി ടൈം ഫീൽ ഫ്രീ. പേഴ്സണൽ വാട്സാപ്പ് നമ്പറുകളാണ്. നിങ്ങൾക്ക് ഷിബിഷാന്റെ വാട്സാപ്പ് നമ്പർ ഒന്ന് പറയാമെങ്കിൽ ഇപ്പം നമുക്ക് ഇതിന്റെ കീഴിൽ എഴുതി വിടാം. എന്റെ വാട്സാപ്പ് +1 832 ഞാൻ കമന്റ് ആയിട്ട് ആദ്യം എഴുതാം. +1 832 679 +1 832 679 679 0404 0404. ഓക്കെ. അപ്പം ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതൊരു തങ്കു ബ്രദറിനുള്ള മറുപടി അല്ല. സോറി, തങ്കു ബ്രദറിനോടും ഹെവൻലി പീസിനോടും നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. ഇത് വീഡിയോയ്ക്ക് അയച്ചു തന്നു. അപ്പം ആ ഒരു അർത്ഥത്തിൽ അതങ്ങനെ വന്നതാണ്. തങ്കു ബ്രദർ നമ്മൾ അദ്ദേഹത്തിനുള്ള മറുപടി അല്ല, പക്ഷേ ഈ ആളുകൾ ഇങ്ങനെ ഈ വീഡിയോസ് നമുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഇത്രയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതെ 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 അതെ, അതൊരു നല്ല കാര്യമാണ്. അപ്പം ദയവ് ചെയ്ത് എന്റെ 2 റിക്വസ്റ്റുകളിൽ ഒരു റിക്വസ്റ്റ് ആണ്. ദയവ് ചെയ്ത് ഈ മെസ്സേജ് ഫോളോ ചെയ്യുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇവിടെ എഴുതുന്ന അശ്ലീല കമന്റുകൾക്ക് മറുപടി കൊടുത്ത് സമയം കളയില്ല പ്ലീസ്. ഇത് എന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. അത് എഴുതുന്നവരുടെ സ്റ്റാൻഡേർഡ് വായിക്കുന്നവര് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ അവരുമായിട്ട് എന്റർടൈൻ ചെയ്യാൻ പോകരുത്. കാരണം വളരെ വിലപ്പെട്ട ഒരു മാർമിക വിഷയം സംസാരിക്കുമ്പോൾ അറ്റൻഷൻ മാറ്റാനുള്ള ഡീവിയേഷൻസ് ആണിത്. സോ ബി ഫോക്കസ്ഡ്. അതാണ് ഇതിനകത്ത് വിശദീകരിക്കാനായിട്ട് വരുന്നത്. അപ്പം ഇന്ന് ഈ ഫേസ്ബുക്ക് പേജിലൂടെ നിരന്തര മീറ്റിങ്ങുകളുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇതുപോലുള്ള ഡിസ്കഷന് വേണ്ടി ഈഗർലി വെയിറ്റ് ചെയ്യുന്ന സത്യാന്വേഷികളായ, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും, പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ലൈവ് വരുന്നത്. അപ്പൊ പ്ലീസ് എക്സ്ക്യൂസ് അതേഴ്സ്. അങ്ങനെ അല്ലാത്തവർ ദയവ് ചെയ്ത് ഇതിപ്പം ഇവിടെ ഒരു തരത്തിലും ദയവ് ചെയ്ത് ഒരു അലിഗേഷനും ടൈമില്ല, ഒരു പേഴ്സണൽ അലിഗേഷനും ടൈമില്ല. ഷിബിച്ചാന്റെ പേഴ്സണൽ അലിഗേഷനോ എന്റെ മേലുള്ള പേഴ്സണൽ അലിഗേഷനോ നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇതാ 9847389389. ഏത് സമയത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല, വിളിച്ചാൽ എടുക്കത്തില്ല. അത് പ്രെയർ ലൈൻ നമ്പറാണ്. വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഞാനുമായിട്ട് ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് ഈ വിഷയം ഡിസ്കസ് ചെയ്യാം. Shibicha, thank you so much for spending your precious time with our precious audience. പാട്ട് വരട്ടെ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം.